തീരദേശത്തിന്റെ പഞ്ചാര മണലിൽ കൃഷി ചെയ്ത രാമച്ചം വിളവെടുപ്പ് ആരംഭിച്ചു. കാലം തെറ്റി പെയ്ത മഴയെ തുടർന്ന് വൈകിയാണ് ഈ വർഷം രാമച്ചം വിളവെടുപ്പ് തുടങ്ങിയത്. രാമച്ചത്തിന് കിലോഗ്രാമിന് 80 മുതൽ 105 രൂപ വരെയാണ് വില. തീരദേശ മേഖലയിലെ കാപ്പിരിക്കാട് മുതൽ എടക്കഴിയൂർ വരെയുള്ള ഭാഗങ്ങളിലാണ് രാമച്ചം കൃഷി ചെയ്യുന്നത്. ഇതിൽ കൂടുതലും പുന്നയൂർക്കുളം പഞ്ചായത്ത് പരിധിയിലാണുള്ളത്. രാമച്ചം വിപണനത്തിന് സർക്കാർ തലത്തിൽ സംവിധാനമില്ലാത്തതിനാൽ കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല. ആദ്യം ഇടത്തട്ടുകാരിലായിരുന്ന ഈ മേഖലയിലും ഇവരുടെ കടന്നുകയറ്റം ആരംഭിച്ചതോടെ ലാഭത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. തീരദേശത്തിന്റെ പഞ്ചാര മണലിൽ കൃഷി ചെയ്യുന്ന രാമച്ചത്തിന് പുറം നാടുകളിൽ നല്ല മാർക്കറ്റാണുള്ളത്. മലമ്പ്രദേശങ്ങളിലെ രാമച്ചത്തിനേക്കാളും ഔഷധഗുണം കൂടുതലാണ് തീരപ്രദേശങ്ങളിലെ രാമച്ചത്തിന്. ആയുർവേദ ഉൽപ്പന്നങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, സോപ്പ്, ചെരുപ്പുകൾ, വിശറി, കിടക്ക, തലയിണ മുതലായവ നിർമ്മിക്കുന്നതിന് പുറമെ തനിമ നിലനിർത്തി നിർമ്മിക്കുന്ന വീടുകൾക്ക് സീലിംഗ് നിർമ്മിക്കുവാനും ഏറെ സുഗന്ധമുള്ള രാമച്ചം ഉപയോഗിച്ചു വരുന്നുണ്ട്. ലാഭം കുറയാതിരിക്കാൻ ഗോഡൌൺ സംവിധാനം ഒരുക്കാതെ കൃഷിയിടത്തിൽ നിന്ന് തന്നെ 50 കിലോ വരുന്ന കെട്ടുകളാക്കി കയറ്റിവിടുകയാണ് പലരും ചെയ്യുന്നത്. പല കർഷകരും പാട്ടത്തിന് സ്ഥലമെടുത്താണ് കൃഷി ഇറക്കുന്നത്. വിളവെടുപ്പ് തുടങ്ങി കഴിയുന്നതിനോടൊപ്പം തന്നെ അടുത്ത കൃഷിക്കുള്ള തുടക്കവും ആരംഭിക്കും. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. ചാവക്കാടൻ രാമച്ചത്തിന് ഭൗമസൂചിക പദവി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. സംസ്ഥാന കൃഷിവകുപ്പിന്റെ ഘടക പദ്ധതികളിൽ ഉൾപ്പെടുത്തി ചാവക്കാട് മേഖലയിലെ രാമച്ച കൃഷിക്കാവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ നൽകുമെന്നായിരുന്നു കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് പ്രഖ്യാപിച്ചിരുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഗുരുവായൂർ നിയോജക മണ്ഡലം സംഘടിപ്പിച്ച രാമച്ചം പൊലിമ പരിപാടി ഉദ്ഘാടനത്തിനിടെയായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. ഇതിന്റെ ഭാഗമായി മന്ത്രി പുന്നയൂർക്കുളം രാമച്ച കൃഷിപ്പാടങ്ങൾ സന്ദർശിച്ചിരുന്നു. രാമച്ചത്തിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനാവശ്യമായ 10 ലക്ഷം രൂപ വരെയുള്ള യന്ത്രങ്ങൾ വാങ്ങുന്നതിന് 80% തുക സർക്കാർ നൽകും. ബാക്കി 20% അതത് പഞ്ചായത്തുകളും നൽകും. കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ച് മൂല്യവർദ്ധിതം, വിപണനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും. അഗ്രോ ബിസിനസ് വഴി രാമച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനം കാര്യക്ഷമമാക്കും. നാട്ടിലും മറുനാട്ടിലും ഇതുവഴി രാമച്ച വിപണനം നടത്താനാകുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. മേഖലയിൽ കൃഷി ചെയ്യുന്ന കർഷകരുടെ രാമച്ച ഉൽപ്പന്നങ്ങൾക്ക് കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ലഭ്യമായാൽ സംസ്ഥാന സർക്കാരിന്റെ പൊതു ബ്രാൻഡായ കേരള ഗ്രോയിൽ ഉൾപ്പെടുത്തുമെന്നും രാമച്ച ഉൽപ്പന്നങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കുന്നതിന് ഉൽപ്പന്നങ്ങൾ മനോഹരമായി പാക്കിംഗ് നടത്താനാവശ്യമായ പരിശീലനം ബോംബെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കിംഗ് സ്ഥാപനത്തിൽ സർക്കാർ സൌജന്യമായി നൽകും. പാക്കിംഗിൽ QR കോഡ് ഏർപ്പെടുത്തി വിപണനം നടത്തുമെന്നും ചാവക്കാടൻ രാമച്ചത്തിന്റെ സുഗന്ധം ലോകത്തിനു മുന്നിലെത്തിക്കാൻ സർക്കാർ ശ്രമിക്കുമെന്നും നിറഞ്ഞ സദസ്സിൽ മന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ നിറകൈയോടുകൂടിയാണ് കർഷകർ സ്വീകരിച്ചത്. NK അക്ബർ MLA, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും യോഗത്തിലുണ്ടായിരുന്നു. എന്നാൽ വർഷം 1 കഴിഞ്ഞിട്ടും പ്രാഥമിക നടപടികൾ പോലും നടപ്പിലായിട്ടില്ല. ഇതിനുള്ള ചിലവ് ആര് വഹിക്കും എന്നതാണ് തടസ്സം. ചെങ്ങാലിക്കോടൻ പഴവും കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരിയും പോലെ രാമച്ചവും രാജ്യാന്തര വിപണിയിൽ ഇടം നേടും എന്ന് കർഷകരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നത് പാരമ്പര്യമായി രാമച്ച കൃഷി നടത്തുന്ന കർഷകർക്ക് പ്രതിസന്ധിയായി. പലരും രാമച്ച കൃഷി ഉപേക്ഷിച്ചപ്പോഴും മന്ത്രിയുടെ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഒരിക്കൽ കൂടി കൃഷി ചെയ്യാൻ രാമച്ച കർഷകർ മുന്നോട്ട് വന്നത്. CCTV ന്യൂസ്, പുന്നയൂർക്കുളം.